എല്ലാവർക്കും നമസ്കാരം. കഴുത്ത് വേദന ഇന്ന് ന്യൂജനായിട്ടുള്ള ആൾക്കാർക്ക് മൊബൈൽ ഫോണിൻ്റെ യൂസും അതുപോലെ തന്നെ സിസ്റ്റം ലാപ്ടോപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പൊതുവെ കഴുത്ത് വേദന വളരെ കോമൺ ആണ്. യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഇത് പ്രായമായവരിലും അത് പല പല കാരണങ്ങൾ കൊണ്ട് തേയ്മാനം കാര്യങ്ങളൊക്കെ കൊണ്ട് പൊതുവെ കാണപ്പെടാറുണ്ട്. എന്നാൽ കഴുത്ത് വേദനയ്ക്ക് കാരണമാക്കുന്ന ഒരു 5-6 കാര്യങ്ങൾ എന്തൊക്കെ അസുഖങ്ങളാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ടെക്സ്റ്റ് നെക്സ്റ്റ് സിൻഡ്രോം. നിങ്ങൾക്കിത് പലപ്പോഴും പുതിയൊരു വേർഡായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ അസുഖത്തിനെ പറ്റിയിട്ടാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷെ വേർഡ് പുതിയതാണെന്നുണ്ടെങ്കിലും സംഭവമൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. ഈ അസുഖത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മളിൽ ഇന്നത്തെ ആൾക്കാരിൽ മൊബൈൽ ഫോണിൻ്റെ യൂസൊക്കെ വളരെ കോമൺ ആണ്. ഇത്തരത്തിൽ നമ്മുടെ പോസ്ചർ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന അസുഖത്തിനെയാണ് നമ്മൾ ടെക്സ്റ്റ് നെക്സ്റ്റ് സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന അസുഖത്തിനുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മെയിനായിട്ട് തന്നെ കഴുത്ത് വേദന. ആ വേദന പലപ്പോഴും അത് ഷോൾഡറിലോട്ട് നീങ്ങി കൈയിൻ്റെ ഭാഗത്തേക്കൊക്കെ ആ പെയിൻ വരുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് തലവേദന, ഒരു മൈഗ്രെയിൻ പോലെ ഉണ്ടാകുന്ന തലവേദന കാണാറുണ്ട്. തലയുടെ ബാക്ക് സൈഡിൽ, നമ്മൾ ഓക്സിപിറ്റ് എന്ന് പറയും, ബാക്ക് സൈഡിൽ ഉണ്ടാകുന്ന വേദനയിലോട്ട് നീങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് പോസ്ചർ കറക്റ്റ് ചെയ്യുക? നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മളെപ്പോഴും എല്ലാവരും ഫോൺ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മൾ ഒരുപാട് വെയിറ്റ് നമ്മൾ ഫ്രണ്ട് പോർഷനിലോട്ട് താങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വെയിറ്റ് താങ്ങുന്നത് നമുക്ക് തന്നെ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും ഫോൺ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഐ ടു ഐ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ കണ്ണ് നേരെ സ്ക്രീനിലോട്ട് വരുന്ന രീതിയിലാണ് ഫോൺ എപ്പോഴും യൂസ് ചെയ്യാൻ ഏറ്റവും ഉചിതമായത്. ഈ ആംഗിൾ കുറയുന്നതിനനുസരിച്ചിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നമ്മുടെ ഫോർ ഹെഡിലോട്ട് വരുന്ന വെയിറ്റ് പലപ്പോഴും താങ്ങുന്നത് നമ്മുടെ കഴുത്താണ്. ഇത് പലപ്പോഴും സ്ട്രെയിനിന് കാരണമാക്കുകയും ഇതിനെ തുടർന്നിട്ട് കഴുത്തിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ്, കഴുത്തിനുണ്ടാകുന്ന പെയിന്, ഇതൊക്കെ ഈ ടെക്സ്റ്റ് നെക്സ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ട എക്സസൈസുകൾ ഞാൻ വഴിയേ പറയാം. നെക്സ്റ്റ് വൺ നമ്മൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന കാര്യം തന്നെയാണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇത് വരുന്ന സമയത്ത് എന്താണ്, ഈ 2 എല്ലുകൾ തമ്മിലുണ്ടാകുന്ന ഗ്യാപ്പിലുണ്ടാകുന്ന പല പല തകരാറുകൾ, തേയ്മാനം കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ വരാറുണ്ട്. ഇത് വരാനുള്ള അല്ലെങ്കിൽ സ്പോണ്ടൈലോസിസ് വരാനുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ പോസ്ചർ കറക്റ്റ് ആവാത്തത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്ന സ്ട്രെയിന് കാര്യങ്ങൾ, പിന്നെ കിടക്കുന്ന പൊസിഷൻ കറക്റ്റ് ആവാത്തത്, ഇതെല്ലാം സ്പോണ്ടൈലോസിസിനും കാരണമാകുന്നുണ്ട്. നമ്മുടെ ഇവിടേക്കുള്ള അസ്ഥികൾ ശരിക്കും ഒരു ഇഷ്ടിക അടുക്കി വെച്ച പോലെയാണ്. ഞാൻ എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. ഈ ഇഷ്ടിക അടുക്കി വെച്ച പോലെയാണ്. ഇതിലൂടെ ഇപ്പോൾ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഒരു പൈപ്പ് ലൈനും കൂടെ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഇഷ്ടികകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം പോകുന്നതിൻ്റെ അളവ് കുറയും, ചിലപ്പോൾ ആ വെള്ളം പോകുന്നത് ഇല്ലാതായി മാറാം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതേപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിലും സംഭവിച്ചെന്ന് വരാം. ഇത്തരത്തിലുണ്ടാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ സെർവൈക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. അതായത് നെർവ് കണ്ടക്ഷനിൽ ഉണ്ടാകുന്ന തകരാറുകൾ. എന്തുകൊണ്ടാണ് വരുന്നത്? ഈ അസ്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിഡാവുന്നതിൻ്റെ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് വന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളിൽ കൂടെയുള്ള പാസ് ചെയ്യുന്ന ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ കഴുത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള മസിൽസിലോ അല്ലെങ്കിൽ ഞരമ്പുകളോ ഒക്കെ കറക്റ്റായിട്ട് നെർവ് കണ്ടക്ഷൻ അല്ലെങ്കിൽ നെർവ്സ് യഥാക്രമം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ സെർവൈക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് നെക്സ്റ്റ് സിൻഡ്രോം എന്താണെന്നുള്ളത് മനസ്സിലാക്കി, സ്പോണ്ടൈലോസിസ് പറഞ്ഞു, അതുപോലെ തന്നെ സെർവൈക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്ന കണ്ടീഷനും എന്താണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തു.
ഇനി എന്തുകൊണ്ടൊക്കെ കഴുത്ത് വേദനകൾ വരാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട്? എന്തെങ്കിലും ഇഞ്ചുറി വന്നതിൻ്റെ ഭാഗമായിട്ട്, എന്തെങ്കിലും ആക്സിഡൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് എടുത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇഞ്ചുറിയോ, അങ്ങനെ എന്തും ആവാം. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള ഇഞ്ചുറി വന്നതിൻ്റെ ഭാഗമായിട്ടും ഇതുപോലെ നെക്ക് പെയിന് കാര്യങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കഴുത്തിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ്, പലപ്പോഴും ചില മൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ കഴുത്ത് വേദനയായിരിക്കും. ആ കഴുത്ത് വേദനയൊക്കെ പ്രധാനമായിട്ട് നമ്മൾ കിടക്കുന്ന പോസ്ചർ കറക്റ്റ് ചെയ്താൽ തന്നെ ഒരുവിധം മാറിക്കിട്ടാറുണ്ട്. പിന്നെ പലപ്പോഴും ആ വേദന കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് മെല്ലെ ഷോൾഡറിലോട്ട് ഇറങ്ങുന്നതായിട്ട് കാണും. ഷോൾഡറിൽ നിന്നും അത് ഒരു എൻ്റെ കൈ വരെ വേദന ആയിട്ട് വരുന്ന പേഷ്യൻസ് നമുക്ക് ഒ പിയിൽ ഉണ്ടാവാറുണ്ട്. ഒരു സൈഡ് ഫുള്ള് പെയിനാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴുത്ത് വേദനയ്ക്ക് കാരണമാക്കുന്നതാണ്. പക്ഷെ നമുക്കിതെല്ലാം വിചാരിച്ചിട്ട് നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ പ്രൊഫഷനോ അതിനനുസരിച്ചിട്ട് മാറ്റാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരാറുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ IT പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് അവരുടെ പോസ്റ്റർ കറക്റ്റ് ആവാത്തതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. പലപ്പോഴും ലാപ്ടോപ്പ് അവർ പല രീതിയിൽ പല പൊസിഷനിലൊക്കെ കറക്റ്റ് ആവാത്ത ആംഗിളിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഒന്നുകിൽ എഴുന്നേറ്റ് നിന്നതിന് ശേഷം ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിരിക്കുന്ന ടേബിളും ചെയറും ലാപ്ടോപ്പും തമ്മിലുള്ള ആംഗിൾ കറക്റ്റാക്കി വെക്കുക. ഇതൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ പോസ്റ്റർ കറക്റ്റ് ആവാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കഴുത്ത് വേദനയുള്ള പേഷ്യൻസ് വരാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിച്ചിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു കൂനിൽ വന്നിട്ടാണ് പലപ്പോഴും അവരിരുന്ന് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതും കണ്ടിന്യൂസ് ആയിട്ട് അരമണിക്കൂറൊക്കെ ഒരേ പോസ്റ്ററിൽ ഇരിക്കുന്ന രീതി എപ്പോഴും ഒഴിവാക്കണം. എപ്പോഴും ഒന്ന് നിവർന്നിരുന്നിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സീറ്റും നമ്മുടെ ഡ്രൈവിംഗ് ഹോൾഡ് ചെയ്യുന്ന ഭാഗവും എപ്പോഴും ഒരു പരിധി വരെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമല്ലാതെ ഒരുപാട് ഗട്ടറുള്ള റോഡുകളിലോ അല്ലെങ്കിൽ കൂടുതൽ നേരം സ്കൂട്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെ തന്നെ കഴുത്ത് വേദന കാണാറുണ്ട്. ഈ ജർക്കിങ് കാരണം നമ്മുടെ കഴുത്തിലോട്ടുള്ള മസിൽസിനും അതുപോലെ തന്നെ അവിടെയുള്ള ബോൺസ് കാര്യങ്ങൾക്കൊക്കെ തേയ്മാനം, അതുപോലെ തന്നെ കൂടുതൽ സ്ട്രെയിൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ കൂടുതൽ ലോങ് ഡ്രൈവൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് മസിൽസ് എല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഹെൽമെറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പലപ്പോഴും നമ്മൾ വില കുറഞ്ഞ ഹെൽമെറ്റുകൾ യൂസ് ചെയ്യും. പക്ഷെ ആ ഹെൽമെറ്റുകൾ കൂടുതൽ തലയ്ക്ക് വെയിറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഒരുപാട് നേരം ബൈക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു വെയിറ്റ് ഉള്ള സാധനം കൂടിയാണ് നമ്മൾ തലയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ കഴുത്തിന് സ്ട്രെയിൻ ആയിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എപ്പോഴും വെയിറ്റ് നമുക്ക് താങ്ങാവുന്ന രീതിയിൽ ഒരു മിനിമം വെയിറ്റ് കീപ്പ് ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് കാര്യങ്ങൾ, ഗുഡ് ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുത്ത് ഡ്രൈവ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ മാനേജ്മെൻറ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ എക്സസൈസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം നമുക്ക് സ്ക്രീനിൽ കാണാം എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഒരു വൈറ്റ് ടവൽ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ടവൽ എടുത്തിട്ട് നന്നായിട്ട് മുന്നോട്ട് ഒരു 5 സെക്കൻഡ് വലിച്ചു വെക്കുക. അതേപോലെ തന്നെ സാവധാനം മെല്ലെ പൊക്കിയതിന് ശേഷം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. വീണ്ടും നോർമൽ സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ച് ഒരു 5 സെക്കൻഡ് പിടിക്കുക. താഴത്തോട്ടും അതുപോലെ തന്നെ വലിച്ചിട്ട് ഒരു 5 സെക്കൻഡ് പിടിക്കുക. വീണ്ടും നോർമൽ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരിക. ഇത് ഒരു 3 സെറ്റായിട്ട് ചെയ്യുന്നത് കഴുത്ത് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി മറ്റൊന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴുത്തിലൂടെ ആ കട്ടിയുള്ള ടവൽ എടുത്തതിന് ശേഷം സൈഡ് പൊസിഷൻ കീപ്പ് ചെയ്യുക. 5 സെക്കൻഡ് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു 5 സെക്കൻഡ് സൈഡ് പൊസിഷൻ ലോട്ട് നന്നായിട്ട് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുക. വീണ്ടും നോർമലായിട്ട് റിലാക്സ്ഡ് സ്റ്റേറ്റിലോട്ട് വരിക. അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. വീണ്ടും റിലാക്സ്ഡ് ആയിട്ട് നോർമൽ പൊസിഷനിലോട്ട് വരിക. ഇതും ഇത്തരത്തിൽ ഒരു 3 സെറ്റായിട്ട് ചെയ്യുന്നത് കഴുത്ത് വേദന കുറയ്ക്കാനും പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും.
ഇനി മറ്റൊന്ന് പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആണ് നമ്മൾ ചുമരിനോട് ചേർന്നിട്ട് ഒരു 2 സ്റ്റെപ്പ് ബാക്കിൽ ചുമരിനോട് ചേർന്ന് നിൽക്കുക. അതിനുശേഷം ചുമര് ഹോൾഡ് ചെയ്ത് വെക്കുക. കൈ സ്ക്രീനിൽ കാണുന്ന പോലെ ചുമരിൽ കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുന്നിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് നോർമൽ പൊസിഷനിലോട്ട് വരിക. ഇതും ഇതേപോലെ തന്നെ ഒരു 2-3 സെറ്റായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യുന്നത് പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല എക്സസൈസാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ എല്ലാ മസിൽസിനും കൊടുക്കുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നോർമലി വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് എക്സസൈസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, മസിൽസൊക്കെ ഒന്ന് വലിയുന്ന രീതിയിൽ നേരെ പൊസിഷൻ വരിക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, നേരെ വരിക. ഇതും ഇതുപോലെ തന്നെ ഒരു 5 സെറ്റുകളായിട്ട് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കറിയാവുന്ന ലാറ്ററൽ റൊട്ടേഷൻ കാര്യങ്ങൾ ചെയ്യാം. ഇതുപോലെ തന്നെ ഈ രീതിയിൽ മെല്ലെ സാവധാനം വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള റൊട്ടേഷൻ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂറൊക്കെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കൈ ഹോൾഡ് ചെയ്തിട്ട് താടി നമ്മളെ കൈയിൻ്റെ ഭാഗത്തോട്ട് വെക്കുക, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള മസിൽസ്, ബാക്കിലുള്ള മസിൽസൊക്കെ ഒന്ന് സ്ട്രെച്ചായി റിലാക്സ് ആവാൻ സഹായിക്കുന്നുണ്ട്. റിലാക്സ് ചെയ്യുക, വീണ്ടും 3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, വീണ്ടും റിലാക്സ് ചെയ്യുക. ഇതേപോലെയുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നത് കഴുത്ത് വേദന കുറയ്ക്കാനും അതുപോലെ തന്നെ ആ സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് കിടക്കുന്ന പൊസിഷനാണ്. പലപ്പോഴും എല്ലാവരും വിചാരിക്കുക പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലോറിൽ തലയണ ഇല്ലാതെയാണ് കിടക്കേണ്ടത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. എന്നാൽ തലയണ ഒരുപാട് ഉയർലെ ആവാനും പാടില്ല. നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ നമ്മൾ ബോഡിയും തലയും ഒരേ ആംഗിളിൽ വരത്തക്ക രീതിയിൽ വരുന്ന ആ ഒരു പതിഞ്ഞ രീതിയിലുള്ള തലയണ വേണം, അല്ലെങ്കിൽ പില്ലോ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിൻ്റെയും അളവൊക്കെ പ്രോപ്പർ അല്ലേ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇതൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബോഡിയിലുള്ള പെയിനും കാര്യങ്ങളും ജോയിൻസിന് ഉണ്ടാകുന്ന പെയിനും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്കിതിൽ ഇവിടെ ഹോസ്പിറ്റലിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.